ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓംലെറ്റ് തയ്യാറാക്കുമ്പം രുചി കൂട്ടാനുള്ള ഒരു ചെറിയൊരു പൊടിക്കൈ ഞാനിപ്പോൾ പറഞ്ഞു തരാം കേട്ടോ. ഓംലെറ്റിലോട്ട് ചേർക്കാനായിട്ട് ഞാനിവിടെ 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്. ഓരോരുത്തരുടെ എരിവനുസരിച്ച് ഇതിനെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് കറിവേപ്പില എടുക്കണം. ഞാനിവിടെ 8-9 കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 3 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഇതിൻ്റെ കൂടെ തന്നെ ഒരു വളരെ ചെറിയൊരു സവോള ചെറുതാക്കി അരിഞ്ഞതും ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളാണ് ഉള്ളത്. നമ്മൾ സാധാരണ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ഓംലെറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ പൊതിച്ചോറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കിട്ടുന്ന ഓംലെറ്റൊക്കെ ഒരു പ്രത്യേക സ്മെല്ലും ഒരു പ്രത്യേക ടേസ്റ്റൊക്കെയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഓംലെറ്റ് ചെയ്യുമ്പോഴത്തേക്കും പൊരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു നല്ല വെളിച്ചെണ്ണയുടെയൊക്കെ മണമൊക്കെ വരുന്നത്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ മുട്ട അടിക്കുന്ന സമയത്ത് ഒരു ചെറിയ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണയുടെ ഫ്ലേവർ എത്തുകയും ഒരുപാട് വെളിച്ചെണ്ണ പിന്നീട് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഡയറക്റ്റ്ലി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണല്ലോ, അല്ലാണ്ട് നമ്മൾ പൊരിക്കുന്ന സമയത്ത് മുകളിലല്ല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ഉപയോഗിക്കാണ്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കറിവേപ്പില ചെറുതായിട്ട് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും സവോളയും ചേർത്ത് കൊടുക്കാം. ഒരു ഫ്രൈങ് പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ വെളിച്ചെണ്ണ എത്തിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ അടിച്ചു വെച്ച മുട്ടയിലോട്ട് നമ്മൾ പച്ചക്കറികളെല്ലാം ചേർത്തല്ലോ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ. മിക്സ് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് കട്ടായിപ്പോയി, അതുകൊണ്ടാണ് നിങ്ങൾ കാണാഞ്ഞത് കേട്ടോ. ചൂടായ വെളിച്ചെണ്ണയിലോട്ടാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ കൂട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 പ്രാവശ്യമായിട്ട് അങ്ങനെ 2 ഓംലെറ്റ് ആണ് കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് കിട്ടുക. ഈ ഓംലെറ്റ് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് നേരം ഇട്ട് ഇങ്ങനെ വേവിക്കാണ്ട്, കാരണം കൂടുതൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറ്റാന്നറിയോ, അത് അങ്ങോട്ട് റബ്ബർ പോലെ ഇങ്ങനെ വിറങ്ങിലിച്ചോണായി പോവും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഓംലെറ്റിന് ഒരു ടേസ്റ്റും കാണില്ല. ആ ഒരു സോഫ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നിങ്ങളിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുക്കുക. തിരിച്ചിട്ടതിന് ശേഷം ഒരുപാട് സമയമിട്ട് എന്താ പറയുക വേവിക്കാണ്ട് പെട്ടെന്ന് തന്നെ ആയിക്കോളും. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക്, നിങ്ങൾക്ക് സക്സസ് ആവണ്ടോ എന്ന് നോക്ക്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ കുറവ് വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റാണ് തയ്യാറാക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.